പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടുന്നെല്ലാം അറിവുകൾ കിട്ടുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നിടത്ത് വിദ്യാലയങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ നിന്ന് അറിവുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല കൂട്ടുകാരിൽ നിന്ന് അറിവുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് സമൂഹത്തിൽ നിന്ന് അറിവുകൾ കിട്ടുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ കിട്ടുന്ന അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളാണ് കൂടുതലും നമുക്ക് വിദ്യാലയങ്ങളിൽ കിട്ടുന്നത്. പക്ഷേ നമുക്ക് കൂട്ടുകാരിൽ കിട്ടുന്ന അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമാണ്, പല രീതിയിലാണ്. നല്ല കൂട്ടുകാരെ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുത്ത് നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന കൂട്ടുകാരെ മാത്രം തിരഞ്ഞെടുത്ത് നമ്മൾ അവരുമായിട്ട് കൂട്ടുകെട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്നുള്ള കുറെ അറിവുകൾ നമ്മളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ വീടുകളിലുള്ള അറിവ്, വീടുകളിൽ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും സ്നേഹപരമായിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളും നോക്കിക്കണ്ട് നമ്മൾ വളരണം. അതുപോലെ തന്നെ നമ്മൾ ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അമ്മ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്ന ജോലികൾ, അതായത് അടുക്കള ജോലികൾ, മിറ്റം പെരക്കായം, അങ്ങനെയൊക്കെയുള്ള വൃത്തിയാക്കൽ ജോലികളൊക്കെ ചെയ്യണം. അതൊക്കെ ചിട്ടയായിട്ടുള്ള ജോലികളാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി വീടുകളിൽ ജോലി ഉണ്ട്. ആ ജോലികളിൽ ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ജോലികൾ ചെയ്യണം. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ജോലികൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ്. സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല രീതിയിൽ അറിവുകൾ കിട്ടും. അതായത് പല ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്നുള്ള അറിവുകൾ, നല്ല 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 അറിവുകൾ ഉള്ള കൂട്ടുകാരുമായിട്ട് നമ്മൾ സമൂഹത്തിൽ ഇടപെടുക. അപ്പോഴത്തേക്ക് അവരിൽ നിന്നുള്ള അറിവുകൾ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ആ അറിവുകൾ വെച്ച് നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെയാണ് എന്നെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.